3-ാം തീയതി ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്കൊരു അറിയിപ്പ് വരുന്നു. മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അടിയന്തരമായി 4-ാം തീയതി ഒരു മീറ്റിംഗ് മന്ത്രി വിളിച്ചിരിക്കുന്നു. വളരെ സന്തോഷം തോന്നി. ഒരു ദിവസമേ ഉള്ളൂ, എങ്കിൽ പോലും ഞാൻ ടിക്കറ്റ് തക്കാലിലെടുത്തു അങ്ങോട്ടേക്ക് പോകാൻ. രാത്രിയായപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ആ മീറ്റിംഗ് മാറ്റിവെച്ചു. നിങ്ങൾ ആലോചിച്ചേ, ഈ ജനങ്ങൾ കടലിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ കുടുംബങ്ങളെല്ലാം അനാഥമായി നിൽക്കുമ്പോൾ, മത്സ്യത്തൊഴിലാളി മേഖല ഏറ്റവും സംഘർഷപൂരിതമായി നിൽക്കുന്ന ഒരു വേളയിൽ ആ മീറ്റിംഗ് പോലും ഒന്ന് വിളിച്ചു കൂട്ടുവാനുള്ള സാമാന്യ മര്യാദ പോലും കാണിച്ചിട്ടുണ്ടോ? ഇവിടെ പലരും പറയുന്നത് മന്ത്രിയുടെ ഓഫീസിലൊക്കെ ഭയങ്കര ജനക്കൂട്ടം. ഇവിടെ കളമശ്ശേരി അത് വിൽപ്പന ഒത്തിരി നടക്കുന്നുണ്ട്. വിൽപ്പന പലയിടത്തും പല മന്ത്രിമാരുടെയും MLA-മാരുടെയും സ്ഥലത്ത് നടക്കുന്നുണ്ട്. അവർ കൈകാര്യം ചെയ്ത വകുപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? എങ്ങനെയാണ് ഇവരുടെ പ്രശ്നങ്ങളോടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കുകയാണ്, 2017 നവംബർ മാസം 29-30 തീയതികളിലാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓഹി ദുരന്തമുണ്ടായത്. ആ ഓഹി ദുരന്തത്തിൽ 142 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ആ കാലയളവിൽ കേരളത്തിലൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു, കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. ആ 142 കുടുംബങ്ങളിലെയും നാഥന്മാർ നഷ്ടപ്പെട്ടെങ്കിലും ആ കുടുംബങ്ങളെ അനാഥമാക്കിയില്ല, ആ കുടുംബങ്ങളെ സംരക്ഷിച്ചു. ഞാൻ ഓർക്കുകയാണ്, അത് ഞാൻ മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ചെയർമാനാ. ഞങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോ ഒരു കുഞ്ഞിന്റെ മരിച്ചുപോയപ്പെട്ട തൊഴിലാളിയുടെ കുടുംബത്തിൽ ആ കുട്ടിയുടെ വയസ്സ് വെറും 10 മാസമാണ്. 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, അവന്റെ പിതാവ് അടക്കം വെള്ളത്തിൽ പോയി മരിച്ചു, തിരിച്ചു വന്നിട്ടില്ല. കരഞ്ഞ് കിടക്കുകയാണ്. എങ്ങനെ ചെയ്യണം? അന്നത്തെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞൊരു വലിയ പാക്കേജുകൾ തയ്യാറാക്കണം. നമുക്ക് ആളെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, പക്ഷെ ആ കുടുംബത്തെ നമുക്ക് സംരക്ഷിക്കണം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു. ചെയ്തത് മാത്രമല്ല, 2 കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 42 കുടുംബങ്ങൾ, സ്ത്രീകൾക്ക്, വിധവകൾക്ക് മത്സ്യബെഡിന്റെ ഓഫീസിൽ, മത്സ്യബെഡിന്റെ സ്ഥാപനത്തിൽ തൊഴിൽ കൊടുക്കാൻ തയ്യാറായി. അതിനേക്കാൾ ഉപരി എന്താണ് നിങ്ങൾക്കറിയാമോ? ഈ 10 മാസമുള്ള കുഞ്ഞിന്റെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് 21 വയസ്സ് വരെ, എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ പഠന കാലഘട്ടം, ആ പഠന കാലഘട്ടത്തിന് വേണ്ടി വരുന്ന തുകയടക്കം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് അവർ 21 വയസ്സ് വരെ, 10 വർഷമാകാൻ പോവുകയാണ്, അവർ 21ാമത്തെ വയസ്സ് വരെ അവർ പഠിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള സംവിധാനങ്ങൾ അടക്കം ഉണ്ടാക്കി കടന്നുപോയ ഒരു ഗവൺമെന്റ് ഈ കേരളത്തിന് മണ്ണിലുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവര് പൊതുവെ ചില സന്ദർഭങ്ങളിൽ അല്പം വികാരം പ്രകടിപ്പിക്കും. ഒരു ഭരണാധികാരികളും അതിന്റെ മുന്നേ അതുകൊണ്ട് അവരെ കാണാതിരുന്നിട്ടില്ല. അവരുടെ എപ്പോഴത്തെ വികാരത്തെ കുറിച്ചെല്ലാം അവർക്കും അറിയാം. അവർ വളരെ നിസ്സഹായരാണ്, വളരെ നിസ്വാർത്ഥരാണ്. അവരുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. കടൽ പോലെയാണ് അവരുടെ മനസ്സ്. അത് ചില സമയത്ത് വളരെ ശാന്തമായി കിടക്കും. ചിലപ്പോൾ അല്പം രൗദ്രഭാവം ഉണ്ടാകും തിരമാലക്ക്. അതുപോലെയാണ് മത്സ്യത്തൊഴിലാളി. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല, പക്ഷെ പറയാതെ പോയാൽ കുറ്റവാദ ശരിയുമല്ലല്ലോ. ഞാൻ ഒരു കാര്യം മാത്രം ശ്രദ്ധപ്പെടുത്തുന്നു. നിങ്ങളെ മന്ത്രിയാക്കിയ സമയത്ത്, നിങ്ങളെ മന്ത്രിയാക്കിയതിനെതിരായി ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജനവിഭാഗം, അവരുടെ മതനേതാക്കന്മാർ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. അവർ പറഞ്ഞൊരു പ്രത്യേക വിഭാഗത്തിനാണ് മന്ത്രിയാകേണ്ടത്. അന്ന് ഞങ്ങൾ മത്സ്യത്തൊഴിലാളിയുടെ CIT മാത്രം പറഞ്ഞു, മതവും ജാതിയും നോക്കിയല്ല ഈ രാജ്യത്ത് മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടത്. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. ഞങ്ങളാണ് പിന്തുണ കൊടുത്ത്. ഞങ്ങൾ എന്ത് പറഞ്ഞു? മന്ത്രിയുടെ നയത്തെ അനുസരിച്ചിരിക്കും, ഗവൺമെന്റിന്റെ നയത്തെ അനുസരിച്ചാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങളെ കാണുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചവരാണ്. ഒരൊറ്റയാളും പരസ്യമായി പറയാൻ തയ്യാറായില്ല. ഞങ്ങൾ പറഞ്ഞു, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളിൽ ക്രിസ്ത്യാനിയുണ്ട്, മുസൽമാനുണ്ട്, ഹൈന്ദവനുണ്ട്, ഒരു വള്ളത്തിൽ ഒന്നിച്ചു പണിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് മന്ത്രിയുടെ മതമേതാണ്, മന്ത്രിയുടെ ജാതി ഏതാണെന്ന് നോക്കിക്കൊണ്ട് കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുവാൻ തയ്യാറായവരാണ് ഞങ്ങൾ. നിർഭാഗ്യമെന്ന് പറയട്ടെ, പ്രിയപ്പെട്ട മന്ത്രി ശ്രീ ഗഫൂറെ, നിങ്ങൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ 100% പരാജയമാണ്, തികഞ്ഞ പരാജയമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര കഴിവുകെട്ട ഒരു ഫിഷറീസ് മന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇനി സമാധാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ പോണെന്ന് ആരും ധരിക്കണ്ട.
ഞങ്ങൾ ശക്തമായി പ്രതികരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ കേരളത്തിന്റെ എല്ലാ തീരത്തും ഞങ്ങൾ പ്രതിഷേധ സായാഹ്നങ്ങൾ സംഘടിപ്പിക്കുകയാണ്. 11-ാം തീയതി ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഈ കേരളത്തിൽ സുരക്ഷ ഒരുക്കാൻ കഴിയണം. ഈ നാടിനെ തീറ്റിപ്പൊറ്റുന്നവരാണ്, ഈ നാടിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് നേടിക്കൊടുക്കുന്നവരാണ്. ജീവിതത്തിന് വേണ്ടിയാണ്, കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഈ കരകാണ കടലിലേക്ക് പോകുന്നത്. അവരത് സുരക്ഷിതത്വം കൊടുക്കട്ടെ. അവരൊരു അപകടമുണ്ടായാൽ സംരക്ഷിക്കുവാനുള്ള സംവിധാനമില്ലേ? എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? അതേതെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, വിഴിഞ്ഞത്ത് മുതൽപ്പടിയില അപകടമുണ്ടായി രക്ഷാപ്രവർത്തനത്തിന് ഒരു വൈകിയപ്പോ തിരക്കിയപ്പോൾ എന്താ അറിഞ്ഞെന്നറിയാമോ? സർക്കാരിന്റെ ഒരു ബോട്ട് അന്വേഷിക്കാൻ വേണ്ടി നോക്കുമ്പോ ആ ബോട്ടിനടിക്കാൻ ഡീസലില്ല. ബോട്ടിൽ ഡീസലില്ലെന്ന് പറഞ്ഞ് മണിക്കൂറാണ് താമസിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വന്തം അമ്മായിയപ്പനെ കാണാൻ ഒരു ഹെലികോപ്റ്ററിൽ പറന്നെത്തിയ മുഖ്യമന്ത്രി, നിങ്ങളുടെ അമ്മായിയപ്പന്റെ വില അതിന്റെ 1000-1 നൽകണ്ട ഈ പാവപ്പെട്ട തൊഴിലാളിക്ക്, അവന്റെ ജീവന്. ഇതിനെല്ലാം കാലം കണക്ക് പറയാതെ കടന്നു പോകില്ല എന്ന് മാത്രമാണ് അവരെല്ലാം ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഇത് സൂചന മാത്രമാണ്. ഈ സൂചന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ അറിയിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരുത്തുവാൻ തയ്യാറാകണം. ഇനിയെങ്കിലും നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ തയ്യാറാകണം. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം അത് ഈ ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഈ ഗവൺമെന്റ് നിർവഹിക്കണം.